100 കൊല്ലത്തെ ആയില്ലേ? അത്രയായി, കുറെ 50 കൊല്ലത്തിന് മുകളിലായില്ലേ? ഇത്രയും കൊല്ലായിട്ടും പിന്നെയും ഇത് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ രാജ്യം ഇല്ലാണ്ടാണെന്നാണ്. അല്ലാണ്ട് പിന്നെ അവിടെ സമാധാനത്തിന്റെ പറയും കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. 30 കിലോമീറ്ററിനപ്പുറം ലഹോറിനടുത്ത് ലഷ്കർ ഇ തൈബയുടെ ഭീകര കേന്ദ്രം. ഇങ്ങനെ അടുത്തും അകലെയുമുള്ള എണ്ണം പറഞ്ഞ 9 ലക്ഷ്യകേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞു. കൂട്ടത്തിൽ ഇല്ലാതായത് മുംബൈ ഭീകരാക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത കൊടും ഭീകരൻ അജ്മൽ കസർ, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി തുടങ്ങിയവർ പരിശീലനം നേടിയ കേന്ദ്രങ്ങളും. പഹൽഗാമിന് മാത്രമല്ല, രാജ്യത്ത് മുറിവേൽപ്പിച്ച ഒരു ഭീകരതയ്ക്കും മാപ്പില്ലെന്ന മുന്നറിയിപ്പ്. എല്ലാരും ഇന്ത്യൻ ഫ്ലാഗ് സ്പാം ചെയ്യും. ചാറ്റ് എവറിബഡി റൈറ്റ് നൗ, ചാറ്റിലുള്ള എല്ലാരും ഇന്ത്യൻ ഫ്ലാഗ് സ്പാം ചെയ്യും. കം ഓൺ. പാക് ജനതയോട് ധൈര്യമായി ഉറങ്ങിക്കൂടുവെന്ന പാക് സേനയുടെ വീരവാദത്തിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിതാ തയ്യാറെന്ന് ഇന്ത്യൻ സേന പറഞ്ഞിട്ടും പാക് സേനയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തകർന്നത് ഭീകര കേന്ദ്രങ്ങളെങ്കിലും മുഖത്തടിയേറ്റ് നിൽക്കുന്നത് ഭീകരരുടെ സംരക്ഷകരായ പാക് പട്ടാളമാണ്. ന്യൂസ് ഡെസ്ക് 24. ഇന്ത്യ ജയിക്കാൻ ഇത് ക്രിക്കറ്റ് മാച്ച് അല്ല, നായിന്റെ മല.